ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 2 മണി. നമ്മൾ വാക്ക് പാലിച്ചു. ഇന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ ഒപ്പിയെടുക്കാനുള്ള പരിപാടിയാണ്. പാചകപ്പുര കംപ്ലീറ്റ് സജീവമായി. ഇന്ന് 625 തേങ്ങയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേര് തേങ്ങ ചേർക്കുന്നു, കുറേ പേര് തേങ്ങ ഉടയ്ക്കുന്നു. ഇവിടെ പച്ചക്കറി ഇങ്ങനെ മെനക്കെട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും തേങ്ങ ചേർത്തിക്കൊണ്ട് തുടങ്ങാം നമുക്ക്. ഒരു മുറി തേങ്ങ ഞാൻ ചേർത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പാലടയുടെ സമയം. പാലട നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ സമയം കഴിഞ്ഞു പോകും. നമ്മളിപ്പോൾ പാലടയുടെ അടുത്തേക്കാണ്. ഇന്നലെ നമ്മൾ വാഴയിലയിൽ അണിയിച്ച പാലട അത് വേവിച്ച് ഇപ്പം വാഴയില റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിമാര് പാലടയ്ക്കുള്ള പണികൾ ഇങ്ങനെ നടക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇഡ്ഡലി ശരിയാക്കുമല്ലേ, നമുക്ക് ഇഡ്ഡലിയുടെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. എത്ര ഇഡ്ഡലി ഉണ്ട് ഒരു തട്ടില്? 110 ഇഡ്ഡലിയാണ് ഈ 4 തട്ടിലായിട്ടുള്ളത്. 1500 ഇഡ്ഡലി വേണമെങ്കിൽ 15 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ആയി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഉപ്പൊക്കെ ആശാൻ നോക്കിയില്ലേ? ഓക്കെ. ടോട്ടൽ ഇന്ന് ഉണ്ടാക്കുന്ന ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ 1800 ഇഡ്ഡലിയാണ്. 1800 ഇഡ്ഡലി ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1800 അല്ലേ? നമ്മൾ ഈ ടോൾ ഫ്രീ നമ്പറൊക്കെ പോലെയാണ് ഇഡ്ഡലിയുടെ കണക്ക് വരുന്നത്. 1800. നമുക്കിനി പായസത്തിലേക്ക് പോവാം. അച്ഛനെ പോരാ. ഓക്കെ ചേട്ടായി, എന്തൊക്കെയുണ്ട്? കട്ടയാണല്ലോ ആള്. വയറും മൊത്തം ഒരു കട്ടയാണ്. ഗോതമ്പ് പായസം 3000 പേർക്കുള്ളതാണ്. അതിന് എത്ര കിലോ ശർക്കര നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്? 31 കിലോ ശർക്കര. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കും. ഞാൻ ഇളക്കണോ അത്? ഇന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? ശർക്കര ഒഴിക്കുകയാണ്. ഗോതമ്പ് പായസത്തിലേക്ക് ശർക്കര മിക്സ് ചെയ്യുകയാണ്. എന്തായാലും ഇതൊരു 3 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് സംസാരിക്കാം അല്ലേ? ചേട്ടാ പിടിച്ചോളൂ. അപ്പോൾ ശരി, ഞാൻ വരാം. പോയി വരാം. നമ്മളിപ്പോൾ പാൽപ്പായസത്തിൻ്റെ അടുത്താണ്. പാൽപ്പായസത്തിൻ്റെ ആചാര്യൻ്റെ അടുത്താണ്. ആശാനെ ശിഷ്യത്വം സ്വീകരിക്കട്ടെ. 575 ലിറ്റർ പാലാണ് ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഓടിൻ്റെ വാർപ്പ്, മറ്റ് അലുമിനിയം അങ്ങനെയുള്ള വാർപ്പല്ല, ഓടിൻ്റെ വാർപ്പ്. പുളിവിറക് മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? 100 ലിറ്റർ പാലാണെങ്കിൽ അത് 80 ലിറ്റർ പാല് വരെ ആവുന്നത് വരെ വേവിച്ച് കുറുകണം. അതിനുശേഷമാണ് ഇതിനകത്തേക്ക് പാലട ചേർക്കുന്നത്. എന്തായാലും ഉഷാറാവട്ടെ. ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. എന്തായാലും അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാം. ഇതിവിടെ ഇങ്ങനെ എന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കുന്നതാണ് ആശാന്റെ ഒരു നിഗമനം. അപ്പോൾ അതുവരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യാം. പിടിച്ചോളൂ. മൊത്തം 9 വാർപ്പുകളാണ് ഇരിക്കുന്നത്. ഇത് കൂട്ടുകറി, പച്ചടി, ഉള്ളി സാമ്പാർ. ഉള്ളി സാമ്പാർ നമ്മുടെ ഇഡ്ലിക്കുള്ളത്. ഓക്കെ. പിന്നെ സദ്യയുടെ സാമ്പാർ. ഓക്കെ. അവിടെ രസം, സ്റ്റൂവിനുള്ള കറി, മസാലക്കറി, മെഴുക്കുവരട്ടി അല്ലേ? ഞാൻ ഇളക്കി പിടിക്കണം. ഇത് ഇളക്കാറായിട്ടുണ്ടോ? എന്നോട് ഇളക്കിക്കോ. ഇളക്കാനായിട്ട് ഇന്നൊരു സ്റ്റാഫ് കുറവുണ്ടോ? സ്റ്റാഫൊന്നും കുറവില്ല, എന്നാലും ഇയാൾ ഇളക്കിക്കോന്ന് പറഞ്ഞത്. ഇത് ശിവൻചേട്ടനാണ്. ഇദ്ദേഹം വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടാണ്. പൊക്കോളൂ.
ഇനി ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് സാമ്പാർ. ഇത് 75 കിലോ പരിപ്പിൻ്റെ സാമ്പാറാണ്. ഏകദേശം ഒരു 4000 പേർക്ക് സമൃദ്ധിയായിട്ട് കഴിക്കാനുള്ള സാമ്പാറാണ്. ഇതിനകത്ത് എത്ര സമയം എടുക്കും? 3.5 മണിക്കൂർ എടുക്കും. ഇനി കഷ്ണങ്ങളെല്ലാം ഇട്ടു നമ്മൾ. വട ഇട്ടാക്കല്ലേ. ഇന്നിപ്പം 700 പേർക്കുള്ള വടയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ 14 കിലോ മാവാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. എന്നോട് ഇദ്ദേഹം പറഞ്ഞു വട ഇട്ട് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ. അപ്പം ഞാനൊരു പരീക്ഷണം നടത്താൻ പോകണം. തെറ്റിപ്പോയാൽ ക്ഷമിക്കുക അല്ലേ. എന്തായാലും ഈ ബാറ്റൺ ഞാൻ ചേട്ടന് കൈമാറിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ചേട്ടായി പിടിച്ചോ, അപ്പൊ കാണാം. ഇത് മിസ്റ്റർ രാജേഷ് അയ്യർ, അതായത് നേരത്തെ എന്നെ സ്വീകരിച്ച ഇദ്ദേഹമാണ്. നേരത്തെ സംസാരിക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പാചകമൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പാക്കിങ് പല സ്ഥലങ്ങളിലേക്കുള്ള ഐറ്റം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കി അയക്കാനുള്ളൊരു പരിപാടിയിലാണ്. രാജേഷ് എത്ര നാളായി ഇവിടെ? ഞാനൊരു 9 വർഷം കഴിഞ്ഞു. 10 വർഷമാവാൻ. ഇവിടുത്തെ മാനേജറാണ്. 10 വർഷമാവാനാണ് പോണത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ സാധാരണ പാചകക്കാരെന്ന് കേട്ട് കഴിഞ്ഞാൽ നെറ്റി ചുളുക്കണ ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ MA എടുത്തവരുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സംഗീത വിദ്വാൻമാരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ആൾക്കാരാണ് അക്ഷയ കാറ്ററിംഗിൽ. രാജേഷ് സംഗീത വിദ്വാനാണോ? ഞാൻ രൂപവും ഭാവമൊക്കെ കണ്ടിട്ട് ഒരു സംഗീതമായി ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക് സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം. തിരക്കിട്ട പണിപ്പുരയിലാണ്. ഞാൻ എന്തായാലും രാജേഷിൻ്റെ അധികം സമയം കളയുന്നില്ല. കാരണം ഇനി ഒരുപാട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അപ്പം ആ തിരക്കിലേക്ക് അദ്ദേഹം ഊളിയിടാൻ പോവുകയാണ്. അപ്പോൾ താങ്ക് യു രാജേഷ്. പഴപ്രഥമനുള്ള നാളികേരവും കാഷ്യൂനട്ടും വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് പാൽപ്പായസത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കിടന്ന് തിളയ്ക്കുന്നു. ഗോതമ്പ് പായസത്തിനുള്ള തേങ്ങാപ്പാൽ ചേർക്കാനുള്ള പരിപാടിയിലാണ്. ഇതിനകത്ത് ചേർക്കാനുള്ള കദളിപ്പഴം ഇതിന് ശേഷമാണോ അതിന് മുമ്പാണോ ചേർക്കുക? ഇതിന് ശേഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഒഴിക്കാം അല്ലേ. കിച്ചൻ ചേട്ടാ ഒന്ന് പിടിച്ചോ, ഒരു സൈഡിൽ പിടിച്ചോ. ഇത് എത്ര തേങ്ങയുടെ പാലാ? 75 തേങ്ങയുടെ 1-ാം പാല് അല്ലേ? മൊത്തം സ്ക്യൂസ് ചെയ്തെടുക്കുകയാണ്. തേങ്ങയുടെ പാലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തേക്കുന്നത്. ഇനി എത്ര സമയം എടുക്കുന്നത്? പാല് ചേർത്ത് കഴിഞ്ഞിട്ട് എത്ര സമയം? 1 മണിക്കൂറും കൂടെ ഇളക്കേണ്ടി വരും അല്ലേ? പോയിക്കളയല്ലേ. എന്തായാലും ചേട്ടായി ഇതങ്ങോട്ട് പിടിക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന അട നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്. ഇത് കഴിഞ്ഞിട്ടൊരു 3/4 മണിക്കൂർ കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സെറ്റാവും. ശരിക്കും പാല് ചെമ്പകപ്പൂവിൻ്റെ കളറിലെത്തുമ്പോഴാണ് അട ഇതിനകത്തേക്ക് ഇടുന്നത് അല്ലേ ചേനെ? എന്നെ ഈ തുഴയേൽപ്പിച്ച ആളോട് പോയി അച്ഛനെങ്കിൽ വന്നേ. പുള്ളി തന്നെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടു. ഞാൻ വീണ്ടും വരും ഇത് ഇറക്കാനാകുമ്പോഴത്തേക്ക്. പഴപ്പായസം റെഡി ആവുകയാണ്. ഞങ്ങൾ പാലൊഴിക്കാൻ പോകണേ. ഇവിടുത്തെ പഴപ്രഥമന് നമ്മൾ തീ കൊടുത്തു. പഴം വരട്ടിയത് തേങ്ങാപ്പാലിൽ ഇങ്ങനെ തിളച്ചത് ഉടഞ്ഞു ചേർണം. ഞാൻ വിചാരിച്ചത് വളരെ എളുപ്പമുള്ള പണിയാണ്. ഈ പഴം വരട്ടി ഇളക്കിയെടുക്കുക നല്ല ലോഡാണ്. എന്നാലും ഇതൊരു 1.5 മണിക്കൂർ എടുക്കും ഇനി ഇത് പാകത്തിന് കുക്കായി വരാനായിട്ട്. അപ്പോൾ എന്തായാലും 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങട്ടെ. ആശാനെ ഇത് പിടിച്ചോളൂ, ബാറ്റൺ കൈമാറി അടുത്ത സ്ഥലത്ത് കാണാം.
ഇവിടെ ചോറും പായസം വെച്ച് ബാക്കി എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ല, സ്വാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. ശരിക്കും പൂക്കളം ഇട്ട പോലെ, ഓണത്തിന് പൂക്കളം ഇട്ട പോലെ ഒരു ഫീലാണുള്ളത്. കണ്ടില്ലേ?